ആണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ച് നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ ഹിന്ദിയിൽ കുറച്ച് കാര്യങ്ങൾ അല്ലേ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രാമറുകളും ബേസിക്സും ഒക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് നമ്മളൊരു വെറൈറ്റി സാധനമാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് മുഹാവരി? മുഹാവരി എന്നുള്ളത് മക്കൾ കേട്ടിട്ടുണ്ടാവും. ഫ്രേസുകൾ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇഡിയംസ് എന്നൊക്കെ പറയാം. നമ്മൾ ഉപയോഗിക്കുന്ന ജീവിതത്തിൽ നമ്മളിപ്പോൾ സംഭാഷണത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് സംഭാഷണത്തിലും കോൺവെർസേഷൻസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് മുഹാവരകൾ. അതായത് എങ്ങനെയാ പറഞ്ഞു തരാൻ പോകുന്നത്? ഇംഗ്ലീഷ് അല്ലേ, ഇംഗ്ലീഷിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുടെ ഹിന്ദി എന്തായിരിക്കും, അങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നല്ല രസമുള്ള കുറച്ച് ഫ്രേസുകളാണ്, ശ്രദ്ധിച്ചോളാം. നോക്കാം. ആംഖുക താര. ആങ്ക് എന്ന് വെച്ചാൽ കണ്ണാണ് അല്ലേ, കണ്ണിലെ നക്ഷത്രം. നമ്മളിപ്പോൾ മലയാളത്തിൽ പറയില്ലേ, നീ കണ്ണിൽ ഉണ്ണിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ പറയും ആൻ ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതിന് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന ഫ്രേസ് ഏതാണ്? ആംഖുക താര എന്ന് പറയുന്നതാണ്. നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾക്ക് എഴുതുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുഹാവരയാണിത്. അപ്പം ആലോചിച്ച് വെച്ചോളാം. ഓക്കെ, രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് എന്താണ് നോക്കിക്കേ. സംതിങ് ഈസ് ഫിഷി എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു സാധനം. സംതിങ് ഈസ് ഫിഷി എന്ന് പറയുന്നതിന് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എന്താണ്? ദാൽ മേ കുച്ച് കാലാ ഹെ. ദാൽ മേ കുച്ച് കാലാ ഹെ. ദാൽ മീൻസ് എന്താണ്? പരിപ്പാണ് അല്ലേ. പരിപ്പിൽ എന്തോ കറുപ്പുണ്ട് എന്നൊക്കെ പറയുന്നത് അല്ലേ. എന്താണ്? ദാൽ മേ കുച്ച് കാലാ ഹെ എന്ന് പറയുന്നതാണ്. പിന്നെ അടുത്തൊന്ന് ശ്രദ്ധിച്ചേ, ജൂഠാ ബഹാന. ജൂഠാ ബഹാന വെച്ച് എന്താണ്? ലേം എക്സ്ക്യൂസ്. നമ്മളൊരു എക്സ്ക്യൂസ് പറയും, ലെയിമായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൂഠാ ബഹാന എന്ന് പറയുന്നത്. അതും ആലോചിച്ച് വെച്ചോളാം. ഇത് നോക്കിക്കേ, അന്ത് ബല തു സബ് ബല എന്ന് പറയുന്ന ഒരു മുഹാവരയുണ്ട്. അതായത് ഓൾ ഇസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ എന്ന് പറയുന്ന ഒരു മുഹാവരയുണ്ട്. നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതിന് നമ്മൾ എന്താണ് പറയുന്ന, ഹിന്ദിയിൽ പറയുന്ന ഒരു മുഹാവരയാണ് അന്ത് ബലാത്തോ സബ്ബല. എൻഡിങ് നന്നായിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് എല്ലും എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ. ഓക്കെ, ഇനി പാനി പാനി ഹോന എന്ന് വെച്ചാൽ നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, പാനി പാനി ഹോന എന്ന് പറയുന്നത്. പാനി പാനി ഹോന എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ടു ബി അഷെയിംഡ് അല്ലേ. നമ്മൾ എന്താണ് അഷെയിംഡ് ആയി പോകുന്നതിനാണ് നമ്മൾ പാനി പാനി ഹോഗയ എന്നൊക്കെ പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ഒരു മുഹാവരയാണ്, സൂപ്പറാണ്, നമ്മൾ എപ്പോഴും പറയുന്ന സംഭവമാണ്. എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ. വളരെ കുറച്ചല്ലേ, ഒരു ഓഷനിൽ ഒരു ഡ്രോപ്പ് ഉള്ളതുപോലെ എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഊണ്ട് കെ മുഹ്മി ജീര എന്ന് പറയുന്നത്. ഊണ്ട് എന്താണ്? ഒട്ടകാണ് അല്ലേ. ഒട്ടകത്തിന്റെ വായിൽ എന്ത്? ജീരകം ഇട്ടതുപോലെ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന നോക്കിക്കേ, ഊണ്ട് കെ മുഹ്മി ജീര എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കാറ്? എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ എന്നുള്ള അർത്ഥത്തിൽ അല്ലേ. അപ്പൊ ഇതേപോലെ ഒരുപാട് മുഹാവരകൾ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ കുറച്ച് മുഹാവരകളും പിന്നെ എന്താണ് കുറച്ച് ബേസിക്സ് ഒക്കെ ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.